بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي قال الله سبحانه وتعالى في قرآنه المجيد ألا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله مولانا العظيم. عن أنس رضي الله عنه إن من عباد الله من لو أقسم على الله لأبره أو كما قال سيدنا وحبيبنا محمد رسول الله صلى الله عليه وسلم مريدي تمسك بي وقم بي واثقا أحميك في الدنيا ويوم القيامة صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله. ബഹുമാനികളായ സഹോദരന്മാരെ സഹോദരിമാരെ, മഹാനായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് അനുസ്മരണത്തിന്റെ ആത്മീയ പ്രഭയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവിയുടെ സൗരഭ്യം സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് മഹാനായ ഗൗസുൽ ആലമിനെ അനുസ്മരിക്കുന്ന റബീഉൽ ആഖിറിലേക്ക് വിശ്വാസി സമൂഹം കടക്കുകയാണ്. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന അപ്രമേയ പ്രഭാവനെ ലോകത്ത് സമർപ്പിച്ച ദാമ്പത്യത്തിന്റെ ദമ്പതികളുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ചരിത്രപരമായ പിൻബലം, പശ്ചാത്തലം പരതിയാൽ ത്യാഗത്തിൻ്റെയും തഖ്വയുടെയും ആത്മീയത ആവോളം നുകരുവാൻ നമുക്ക് ആ ജീവിതത്തിൽ നിന്ന് കഴിയും. മഹാനായ അബീ മൂസ സ്വാലിഹ് ജംഗീദോസ്, സയ്യിദത്തുന ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ തുടങ്ങിയ ഈ ദമ്പതികളിൽ വിരിഞ്ഞ മലരാണ് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ലില്ലാഹി ദറു മൻ ജമഅ താരീഖ വിലാദതി വവഫാതി വമുദ്ദത ഉംരി ഫീ ബൈതി മുഫറദ് ഇൻബാസല്ലാഹു സുൽത്താന الرجാലി ജാഅ ഫീ ഇശ്ഖിൻ വമാത ഫീ കമാലി. അല്ലാഹു സുബ്ഹാനഹു വ തആല സുൽത്താൻ മുഹയ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ലോകത്തേക്ക് കൊണ്ടുവന്നത്, വെളിവാക്കിയത്, അവിടുന്ന് ഇശ്ഖിൽ വന്നു, കമാലിൽ വഫാത്തായി, മരണപ്പെട്ടു. ഈ ബൈത്തിൽ അവിടുത്തെ ജനനവർഷവും അവിടുത്തെ വഫാത്തിന്റെ വർഷവും അവിടുത്തെ ആയുസ്സും സമന്വയിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. കലിമത്തുൽ ഇശ്ഖ്, മഹാനായ ഗൗസുൽ ആലം തങ്ങൾ ഇശ്ഖിലായി വന്നു, സമ്പൂർണതയിലായി മരണപ്പെട്ടു. ഇശ്ഖും കമാലും, ഈ രണ്ട് വാക്കിൽ മഹാനായ ഗൗസുൽ ആലമിന്റെ ജനനവർഷത്തെയും വഫാത്തിന്റെ വർഷത്തിന്റെയും ആയുസ്സിനെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അറബി കലാമിന്റെ അത്ഭുതം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുകയാണ്. അറബി ഭാഷയിലെ കണക്ക് പ്രകാരം ഇശ്ഖ് എന്ന ആ വാക്കിൽ ഐൻ ഷീൻ ഖാഫ്
അടങ്ങിയിട്ടുള്ളത് 470. അതിനെ കൂട്ടിക്കണിക്കുമ്പോൾ 470. അതവിടുത്തെ ജനന വർഷമാണ്. കമാൽ എന്ന വാക്കിലെ അറബിയിലെ അക്ഷരങ്ങൾ എണ്ണം ക്ലിപ്തപ്പെടുത്തി നോക്കിയാൽ 91 കിട്ടും. അവിടുന്ന് വഫാത്തായ വർഷം, അതാണ് അവിടുന്ന് ജീവിച്ച വർഷം, ആയുസ്. ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ച് കൂട്ടി നോക്കിയാൽ 591 കിട്ടും. അതാണ് അവിടുത്തെ വഫാത്തിന്റെ ഹിജ്റ വർഷം. ഇങ്ങനെ വളരെ വഫാത്തായ വർഷം 561. ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ച് കിട്ടി നോക്കിയാൽ 591 കിട്ടും. അവിടുന്ന് വഫാത്തായ ഹിജ്റ വർഷ തീയതി കിട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ ഒരൊറ്റ വാക്കിൽ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അവിടുത്തെ പേര് ശൈഖ് അബ്ദുൽ ഖാദിർ അനൽ ജീലിയു മുഹീദ്ദീൻ ഇസ്മി വഅലാമി അലാ റഅസിൽ ജിബാലി. ഞാൻ, എൻ്റെ പേര് മുഹീദ്ദീൻ എന്നാണ്, ജീലാൻ പ്രദേശക്കാരനാണ്. എൻ്റെ നാമം പർവ്വതത്തിന്റെ ഉച്ചിയിൽ ഉയർന്നു നിൽക്കുകയാണ്. അവിടുത്തെ കുടുംബം പറഞ്ഞാൽ നല്ല തറവാടിയായിരുന്നു. ഉമ്മയുടെ വാപ്പയുടെ ഭാഗത്തിൽ കൂടി ഹസനിയും ഉമ്മയുടെ ഭാഗത്തിൽ കൂടി ഹുസൈനിയുമാണ് എന്ന് കാണാൻ കഴിയുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ എന്റെ പദവി എത്തിച്ചവരാരാണുള്ളത്? എന്റെ ഉപ്പ ഹബീബായ റസൂലുള്ളാഹ്. അവിടുന്നാണ് യഥാർത്ഥത്തിൽ എന്നെ പരിപാലിച്ചത്, സംസ്കരിച്ചത്, തർബിയത്ത് ചെയ്തത്. ഓരോ നബിമാരുടെ പാദങ്ങൾ പിൻപറ്റിയവരാണ്. എന്നാൽ ബദറുൽ കമാലായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം അനുധാവനം ചെയ്തവനാണ് ഞാൻ എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തെ അനുധാവനം ചെയ്തതിനെ സംബന്ധിച്ച് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറഞ്ഞതായി കാണാം. ഹുവൽ ഹഫീദുർ റാബിഉ അശറ മിൻ ജിഹത്തി ഉമ്മി. ഉമ്മയുടെ ഭാഗത്തിൽ കൂടി 14ാമത്തെ പേരക്കുട്ടിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 14ാമത്തെ പേരക്കുട്ടിയാണ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. വാപ്പയുടെ ഭാഗത്തിൽ, ഉമ്മയുടെ ഭാഗത്തിൽ കൂടി, വാപ്പയുടെ ഭാഗത്തിൽ വെച്ച് മിൻ ജിഹത്തി ഉമ്മിഹി, വാപ്പയുടെ ഭാഗത്തിൽ കൂടി 12ാമത്തെ പേരക്കുട്ടിയാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 12ാമത്തെ പേരക്കുട്ടിയാണ് ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഉമ്മമാരുടെ ഭാഗത്തിൽ കൂടി സിദ്ദീഖിയാണ്, വാപ്പയുടെ ഭാഗത്തിൽ കൂടി ഫാറൂഖിയ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലേക്കാണ് വാപ്പയുടെ ഭാഗത്തിൽ കൂടി ചെന്നു ചേരുന്നത്. ഉമ്മയുടെ ജിഹത്തിൽ കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലേക്കാണ് അവിടുന്ന് ചെന്നു ചേരുന്നത്. മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ പിതാവ് അബൂ സ്വാലിഹ് മൂസ ജംഗി ദോസ്ത് റളിയല്ലാഹു അൻഹു ആണ് ഉമ്മ. ഉമ്മുൽ ഖൈർ ഫാത്തിമ ബിൻത് അബ്ദുല്ലാഹി സൗമഇ റളിയല്ലാഹു തആല അൻഹയാണ്. ഇവരുടെ ദാമ്പത്യ വല്ലരി, ഇവരുടെ ദാമ്പത്യ ജീവിതം കരിപ്പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിഖ്യാതമായ ഒരു ചരിത്ര സംഭവം തന്നെ പറയാനുണ്ട്. മഹാനായ അബ്ദുല്ലാഹി സൗമഇ റളിയല്ലാഹു തആല അൻഹു വലിയ സൂഫിയും പണ്ഡിതനും സ്വാലിഹും ആയ മനുഷ്യനാണ്.
ഒരിക്കൽ വിഷണ്ണനായി ഒരു അരുവിയുടെ ഓരത്തിങ്ങനെ ഇരിക്കുകയാണ് മഹാനവറുകൾ. വല്ലാത്ത വിശപ്പ്, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഓളപ്പരപ്പിലൂടെ എന്തോ ഒഴുകി വരുന്നത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മഹാനായ അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നിട്ട് നോക്കുമ്പോൾ നല്ല പഴുത്ത് പാകമായ ഒരു ആപ്പിൾ. സുബ്ഹാനല്ലാഹ്, മഹാനവറുകളുടെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ തന്നെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഓടിച്ചെന്നിട്ട് ആപ്പിൾ എടുത്തത് തിന്നു. സുബ്ഹാനല്ലാഹ്, ആപ്പിൾ എടുത്ത് ഭക്ഷിച്ചതിന് ശേഷമാണ്, പടച്ചവനെ, ഞാൻ ഈ കഴിച്ച ആപ്പിളിന്റെ ഉടമസ്ഥന്റെ പൊരുത്തം എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. ആ ആപ്പിളിന്റെ ഉടമയെങ്ങാനും അതിന്റെ ഉടമസ്ഥനെങ്ങാനും ആ ആപ്പിൾ ഞാൻ കഴിച്ചത് പൊരുത്തം തന്നില്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്ന പാരത്രിക ജീവിതം എനിക്ക് വിനിഷ്ടമാകുമല്ലോ, എന്റെ പാരത്രിക ജീവിതം എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന് ചിന്തിച്ച് വിഷണ്ണനാവുകയാണ്, വിയർക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതിനുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, സകല സുഖ സമഞ്ജസ സമ്മേളനത്തിന്റെ ഭൂമികയായ സ്വർഗീയ ലോകം ഈ ഒരൊറ്റ ആപ്പിൾ നിമിത്തം എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഓളപ്പരപ്പിന്റെ എതിരെ നടക്കുകയാണ്. ആ ആപ്പിൾ ആരുടേതെന്ന് കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിലാണ് ശൈഖ് അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു. മഹാനായ അബൂ സ്വാലിഹ് മൂസ ജംഗീദോസ്ത് റഹ്മത്തുള്ളാഹി അലൈഹി, അബ്ദുല്ലാഹി സൗമഈ തങ്ങളല്ല, അബ്ദുല്ലാഹി സൗമഈ ഫാത്തിമ എന്ന ഉമ്മുൽ ഖൈർ ബീവി ഫാത്തിമ മഹാനായ ഔസുലാളമിന്റെ ഉമ്മയുടെ പേരാണ്. നാം തിരിച്ചു മനസ്സിലാക്കണം, മഹാനായ അബൂ സ്വാലിഹ് മൂസ ജംഗീദോസ്ത് ഔസുൽ ആലമിന്റെ, സുബ്ഹാനല്ലാഹ്, ഔസുൽ ആലമിന്റെ പിതാവ്. ആ പിതാവിന്റെ കഥയാണ് ഈ പറയുന്നത്. ഓളപ്പരപ്പിൽ ഒഴുകി വന്ന ആപ്പിൾ വിശപ്പിന്റെ കാഠിന്യം കൊണ്ടെടുത്ത് കഴിച്ചു പോയതിന്റെ നിരാശ നിമിത്തം പശ്ചാത്താപത്താൽ ഓളത്തിന്റെ, ആ ജലാശയത്തിന്റെ ഓളത്തിന് എതിരെ നടക്കുകയാണ്. കിലോമീറ്ററുകളോളം നടന്നത് ചെല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഓളപ്പരപ്പിലേക്ക് സമൃദ്ധമായ ഫലം കായ്ച്ചു നിൽക്കുന്ന ഒരു ഈന്തപ്പഴത്തോട്ടം, ആ കായ്ഫലങ്ങൾ നിറഞ്ഞ ശിഖരങ്ങൾ ഈ ജലാശയത്തിലേക്ക് ചില്ല നീട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമൃദ്ധമായ ആപ്പിൾ തോട്ടം തന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആ ആപ്പിൾ തോട്ടത്തിന്റെ ഉടമയെ കണ്ടെത്തുകയാണ്. ആ ആപ്പിൾ തോട്ടത്തിന്റെ ഉടമയെ കണ്ടെത്തി മഹാനവറുകളോട്, അതിന്റെ ഉടമയോട് കാര്യം പറയുകയാണ്. ആപ്പിൾ തോട്ടത്തിന്റെ ഉടമയാണ് അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, ആപ്പിൾ തോട്ടത്തിന്റെ ഉടമയെ കണ്ടെത്തി അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. ഈ ആപ്പിൾ തോട്ടത്തിൽ നിന്ന് ഒരു ആപ്പിള് ഈ പുഴയിൽ വീണിട്ടത് ഒഴുകി വന്ന് എന്റെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ അതെടുത്ത് ഭക്ഷിച്ചു പോയി, എനിക്ക് നിങ്ങൾ പൊരുത്തം തരണം. മഹാനവറുകൾ പറഞ്ഞു, ഒന്ന് ആലോചിക്കാനുണ്ട്. നിങ്ങൾ കുറച്ചു കാലം ഇവിടെ ഒരു നിശ്ചിത വർഷം നിശ്ചയിച്ചു കൊടുത്തു, ഇവിടെ എൻ്റെ ആപ്പിൾ തോട്ടത്തിന്റെ ജോലിക്കാരനായി എൻ്റെ വീട്ടു ജോലി ചെയ്ത് എനിക്ക് ഖിദ്മത്ത് ചെയ്ത് ഇവിടെ കഴിഞ്ഞുകൊള്ളണം. ആ നിശ്ചിത വർഷം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ പിന്നെ ഞാനൊരു ഡിമാൻഡ് കൂടി പറയും. അതും അങ്ങ് പാലിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആപ്പിൾ കഴിച്ചത് പൊരുത്തം പെടണോ വേണ്ടേ എന്ന് ഞാൻ ആലോചിക്കാം. അപ്പോഴും ആ രണ്ട് ഡിമാൻഡും പാലിച്ചാൽ ആപ്പിൾ കഴിച്ചതിന്റെ പൊരുത്തം കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? നിശ്ചിത വർഷം പൂർത്തീകരിച്ച് എനിക്ക് ഖിദ്മത്ത് ചെയ്ത് ഈ ആപ്പിൾ തോട്ടത്തിന്റെ കൃഷിയിടത്തിലൊക്കെ വെള്ളം നനച്ച് എന്റെ വീടിന്റെ വേലകളും ജോലികളും ഒക്കെ നിർവഹിച്ച് ആ നിശ്ചിത വർഷം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു ഡിമാൻഡും കൂടി പറയും. ആ ഡിമാൻഡും കൂടി പാലിച്ചാൽ കഴിച്ച ആപ്പിളിന് പൊരുത്തം തരണോ വേണ്ടേ എന്ന് ഞാൻ ആലോചിക്കും. നമ്മളൊക്കെ ആണെങ്കിലോ, നിന്റെ ഒരു ഒടുക്കത്തെ ആപ്പിൾ പോയല്ല പണി നോക്കുക പറഞ്ഞിട്ട് തിരിച്ചു പോരും, ഇല്ലേ? ഇങ്ങനെ പോകുമോ? ഒരു ആപ്പിൾ കഴിച്ചിട്ട് അതിന് പൊരുത്തം വാങ്ങാൻ പോകുമോ ആരെങ്കിലും?
ആപ്പിളല്ല, സുബ്ഹാനല്ലാഹ്. അന്യന്റെ മുതൽ അകത്താക്കുന്നതിന് മാസ്റ്റർ പീസ് നേടിയവരാണ് നമ്മിൽ പലരും. അവിഹിതമായ എത്രയോ സ്വത്തുകളാണ് നമ്മുടെ വയറ്റിലെത്തിപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. മഹാന്മാരുടെ ജീവിതത്തിന്റെ സ്വച്ഛന്തമായ ധാർമ്മികതയുടെ തെളിനീരുറവകൾ, അവരുടെ പരമ്പര, സാത്വികമായ പരമ്പര, ആദർശനിഷ്ഠയിലുള്ള സമൂഹം, പാണ്ഡിത്യത്തിന്റെ ഗിരിശൃംഗങ്ങളിൽ എത്തിപ്പെട്ട സാത്വികരായ പിന്മുറക്കാർ, എങ്ങനെ അവർക്ക് സുസാധ്യമായി എന്നതിനെ കുറിച്ച് എന്റെ രക്ഷിതാക്കളെ ചിന്തിക്കണം. മക്കൾക്ക് കഴിപ്പിച്ച വിഭവങ്ങൾ, ഭാര്യയ്ക്ക് കഴിപ്പിച്ച വിഭവങ്ങൾ, കുടുംബത്തിന് അധ്വാനിച്ചു കൊടുത്ത വിഭവങ്ങൾ അന്യന്റെ മുതൽ അപഹരിച്ചതാണോ, കരിഞ്ചന്തയിൽ ഉണ്ടാക്കിയതാണോ, വട്ടിപ്പലിശക്ക് കൊടുത്തതാണോ, കള്ളപ്പണത്തിൽ സമ്പാദിച്ചതാണോ? കച്ചവടം എന്ന് പേരിട്ട് ആധുനിക കാലഘട്ടത്തിൽ ആപാദചൂടം ഗ്രസിച്ചിരിക്കുന്ന ഓൺലൈൻ നെറ്റ്വർക്ക്, ബിസിനസ് മാർക്കറ്റിംഗ്, മണിച്ചെയിൻ ബിസിനസ്സിലൂടെ സമ്പാദിച്ചതാണോ? ധർമ്മനിഷ്ഠരായ സമൂഹം വളർന്നു വരാത്തതിനെ കുറിച്ച് സാന്ദർഭികമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയെന്ന് മാത്രം. മഹാനായ അബൂ മൂസ സ്വാലിഹി തങ്ങൾ ആ ആപ്പിൾ തോട്ടത്തിന്റെ ഉടമയുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുകയാണ്. വർഷങ്ങളോളം ആ ആപ്പിൾ തോട്ടത്തിൽ വൃത്തിവേല ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലെ തൂക്കുപണി നടത്തുകയാണ്. അദ്ദേഹം കൽപ്പിക്കുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യുകയാണ്. തനിക്ക് നൽകിയ വർഷം പൂർത്തീകരിച്ചപ്പോൾ അബൂ സ്വാലിഹ് തങ്ങൾ അബ്ദുല്ലാഹി സൗബിയുടെ ഹദറത്തിൽ ചെന്ന്, സവിധത്തിൽ ചെന്ന്, യജമാനനെ, അങ്ങനെക്ക് നിശ്ചയിച്ചിരുന്ന വർഷം ഞാൻ ഇതാ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. എനിക്ക് നിങ്ങൾ ആ ആപ്പിളൊന്ന് പൊരുത്തം തന്നു തരുമോ, പൊരുത്തപ്പെട്ടു തരുമോ എന്ന് ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ആപ്പിൾ തോട്ടത്തിന്റെ ഉടമ പറഞ്ഞത്, എനിക്കൊരു ഡിമാൻഡ് കൂടിയുണ്ട്. എന്താണ് ആ ഡിമാൻഡ്? എനിക്ക് കണ്ണില്ലാത്ത ഒരു മകളുണ്ട്, സംസാരശേഷിയില്ലാത്ത ഒരു മകളുണ്ട്, കൈകാലുകൾക്ക് ശേഷിയില്ലാത്ത വികലാംഗയായ ഒരു മകളുണ്ട്, അംഗപരിമിതയായ ഒരു മകളുണ്ട്. ആ മകൾക്ക് 2 കൈയുമില്ല, 2 കാലുമില്ല. അങ്ങനത്തെ എന്റെ മകളെ നീ വിവാഹം കഴിക്കണം. ഉമ്മുൽ ഖൈർ ഫാത്തിമ എന്നാണ് അവളുടെ പേര്. ആ പെണ്ണിനെ നീ വിവാഹം കഴിക്കണം, നിക്കാഹ് ചെയ്യണം. എന്നാൽ മാത്രമേ നീ കഴിച്ച ആപ്പിൾ ഞാൻ പൊരുത്തപ്പെട്ടു തരൂ. അബൂ മൂസ സ്വാലിഹ് എന്ന് പറഞ്ഞപ്പോൾ ആരോഗ്യ ദൃഢഗാത്രനായ യുവാവിന്റെ പ്രതികരണം എന്തായിരുന്നു? ഒരൽപ്പം ഒന്ന് പകച്ചുപോയി. കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, കൈയില്ലാത്ത, കാലില്ലാത്ത, സുബ്ഹാനല്ലാഹ്, ഒരു പെണ്ണിനെ ആരോഗ്യ ദൃഢഗാത്രനും സുന്ദരനും സുമുഖനുമായ അബൂ മൂസ സ്വാലിഹ് എന്ന ചെറുപ്പക്കാരനോട് വിവാഹം കഴിക്കാൻ, നിക്കാഹ് ചെയ്യാനാണ് ആപ്പിൾ തോട്ടത്തിന്റെ യജമാനന്റെ നിർദ്ദേശം. അല്പം ചിന്തിച്ചു. സുബ്ഹാനല്ലാഹ്, ഈ ഡിമാൻഡ് ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ കഴിച്ച ആപ്പിൾ അദ്ദേഹം എനിക്ക് ഉടമയാക്കി തരൂല്ല. അതെനിക്ക് ഉടമയാക്കി തന്നില്ല എങ്കിൽ അല്ലാഹുവേ, നിന്റെ സ്വർഗത്തിന് ഞാൻ അവകാശിയായി തീരൂല. ഞാൻ എത്ര സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്താലും അവരെന്റെ അന്നം എന്റെ ഉദരത്തിലുണ്ടോ, അത് വികസിച്ച് എന്റെ പ്രോട്ടീനും വൈറ്റമിൻസുമായി എന്റെ ശരീരത്തിൽ, മജ്ജയിൽ, മാംസത്തിൽ അത് അലിഞ്ഞു ചേർന്നിട്ടുണ്ടോ? കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹറാമായ വിഭവങ്ങളിൽ നിന്ന് മുളച്ചു പൊങ്ങി വളർന്നു വന്ന ശരീരം, ആ ഇറച്ചിയുടെ ബന്ധം നരകത്തോടാണ് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആപ്പിൾ ഞാൻ അവിഹിതമായി കഴിച്ചു പോയിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന്റെ ഡിമാൻഡ് അംഗീകരിച്ചാലേ പറ്റൂ. യജമാനനോട് സമ്മതം മൂളുകയാണ്. തന്റെ പ്രിയപ്പെട്ട മകൾ ഉമ്മുൽ ഖൈർ ഫാത്തിമ എന്നവരെ അബ്ദുല്ലാഹി സൗബഈ തങ്ങൾ
അബ്ദുല്ലാഹി സൗബഈ നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണ്. സാക്ഷികളെ വെച്ച് നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞതാ, കാണുന്ന റൂമിൽ നിന്റെ പുതുമണവാട്ടിയുണ്ട്. അബ്ദുല്ലാഹി സൗബഈ റളിയല്ലാഹു അൻഹു നിക്കാഹ് ചെയ്തു കൊടുത്തു. മഹാനായ അബൂ മൂസ സ്വാലിഹ് റളിയല്ലാഹു അൻഹു മണിയറയിലേക്ക് നടന്നു പോവുകയാണ്. ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല, ഒരു പുതുമണവാളന്റെ പ്രതീക്ഷകളൊന്നുമില്ല. കാരണം ഞാൻ നടന്നു പോകുന്ന ആ മണിയറയുടെ കവാടം തുറക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് അന്ധയായ, ബധിരയായ, മൂകയായ, കൈകളും കാലുകളുമില്ലാത്ത ഒരു വികലാംഗയായ മാംസപിണ്ഡത്തിന് തുല്യമായ ഒരു വിരൂപിയായ പെണ്ണിനെയാണ് എനിക്ക് പുതുമണവാട്ടിയായി അഭിമുഖീകരിക്കാനുള്ളത്. അതുകൊണ്ടൊരു പുതുമണവാളന്റെ ഹൃദയത്തിലുള്ള ആന്തോളനങ്ങളും ആഹ്ലാദങ്ങളൊന്നും അബൂ മൂസ സ്വാലിഹ് തങ്ങൾക്കില്ല. ഇത് കർത്തവ്യത മൂഢനായി മണിയറയിലേക്ക് കടന്നു ചെല്ലുകയാണ്. മണിയറയുടെ കവാടത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. മണിയറയുടെ കവാടത്തിൽ ചെന്ന് മണിയറയുടെ വാതിൽ തുറന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, 14-ാം രാവിലത്തെ പൂർണ്ണചന്ദ്രനെ പോലെ പ്രശോഭിക്കുന്ന മുഖകമലവുമായി കാൽക്കൂന്തലുകൾ ചലിപ്പിച്ചുകൊണ്ട് പാൽ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സപ്തസുന്ദരി തന്റെ മുന്നിൽ നിൽക്കുകയാണ്, പുഞ്ചിരിച്ചുകൊണ്ട്. സുബ്ഹാനല്ലാഹ്, അബൂ മൂസ സ്വാലിഹ് തങ്ങൾ പകച്ചുപോയി. മണിയറയിൽ തനിക്ക് നിക്കാഹ് ചെയ്തു തന്ന പെണ്ണല്ല കാണുന്നത്, തന്റെ അമ്മോശന്, നേരത്തെ യജമാനായ ഇപ്പോൾ അമ്മോശനായ ആൾക്ക് അബൂ മൂസ സ്വാലിഹിന് വല്ല തെറ്റും സംഭവിച്ചു പോയോ? മകളെ മാറി നിക്കാഹ് ചെയ്തു തന്നോ? അതല്ല മണിയറ മാറിപ്പോയിട്ടുണ്ടോ? അവിടെ നിന്ന് തിരിഞ്ഞൊരോട്ടമോ? ആര്? അബൂ മൂസ സ്വാലിഹ്. മഹാനായ അബ്ദുല്ലാഹി സൗബഈ തങ്ങളുടെ ഹദ്റത്തിൽ വന്നിട്ട്, ഓ യജമാനനെ, നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്ന പെണ്ണാ മണിയറയിലില്ല. അവിടെ സപ്തസുന്ദരിയായ കാൽക്കൂന്തലുകൾ ചലിപ്പിച്ചുകൊണ്ട് സുസ്മേരവദനായി സൗന്ദര്യത്തിന്റെ പ്രതീകമായ ഒരു പെൺകൊടിയാ ആ മണിയറയിലുള്ളത് തങ്ങളെ. ആ സമയത്ത് അബൂ മൂസ സ്വാലിഹ് തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സൗബഈ റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് അബൂ മൂസ സ്വാലിഹ് തങ്ങളുടെ ചുമരിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട അബൂ മൂസ, ആ മണിയറയിലുള്ളത് ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്യുന്ന ഉമ്മുൽ ഖൈർ ബീവി ഫാത്തിമ, എന്റെ മകൾ ഫാത്തിമയാണ്. ഓ അബൂ മൂസ, എന്റെ മകൾക്ക് കണ്ണില്ലെന്ന് പറഞ്ഞത് ഹറാം കാണുന്ന കണ്ണ് എന്റെ പൊന്നുമോൾക്കില്ല. എന്റെ മോൾക്ക് നാവില്ലെന്ന് പറഞ്ഞത് പരദൂഷണം പറയുന്ന, ഗീബത്ത് പറയുന്ന, കളവ് പറയുന്ന നാവ് എന്റെ മകൾക്കില്ല. എന്റെ മകൾക്ക് കാതില്ലെന്ന് പറഞ്ഞത് ഹറാം കേൾക്കുന്ന കണ്ണ് എന്റെ പൊന്നുമോൾക്കില്ല. എന്റെ മോൾക്ക് കൈയില്ലെന്ന് പറഞ്ഞത് ഹറാം വാങ്ങുന്ന, എടുക്കുന്ന, പിടിക്കുന്ന കൈ എന്റെ മോൾക്കില്ല. എന്റെ മോൾക്ക് കാലില്ലെന്ന് പറഞ്ഞത് ഹറാമിലേക്ക് നടക്കുന്ന കാല് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്കില്ല. ഓ മൂസ, ഒരു ആപ്പിള് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എടുത്തു ഭക്ഷിച്ചു പോയതിന്റെ പേരിൽ ത്യാഗനിർഭരമായ വർഷങ്ങൾ എന്റെ ഈ ആപ്പിൾ തോട്ടത്തിൽ കഠിനാധ്വാനം ചെയ്ത് ഞാൻ വെച്ച ഡിമാൻഡുകളെല്ലാം പാലിച്ച് അല്ലാഹുവിന് തഖ്വയുള്ള ഹൃദയത്തിന്റെ ഉടമയായി പടച്ചവന്റെ പൊരുത്തത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരനായ അബൂ മൂസ പാതിവൃത്യത്തിന്റെ ഗിരിശൃംഗങ്ങളിൽ എത്തിപ്പെട്ട് ആത്മീയതയുടെ നിതാന്ത ജാഗ്രതയുടെ ഇബാദത്തിൽ തരളിതമായ ജീവിതം നയിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഉമ്മുൽ ഖൈർ ഫാത്തിമക്ക് ഇണങ്ങിയ ഒരു വരൻ അങ്ങല്ലാതെ താങ്കളല്ലാതെ ലോകത്തെനിക്ക് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് സന്തോഷത്തോടെ കൈക്കൊള്ളുക. ആ മണിയറയിലുള്ള സുന്ദരി, ആ മണിയറയിലുള്ള സുമുഖിയായ പെണ്ണ് ശരീരത്തിന്റെ സൗന്ദര്യം മാത്രമല്ല ഉള്ളത്, ഹൃദയത്തിന്റെ വെണ്മയാകുന്ന തഖ്വയുമുണ്ട് അബൂ മൂസ. അതുകൊണ്ട് സന്തോഷത്തോടെ പോകാം. നിങ്ങളുടെ ദാമ്പത്യ വല്ലരിയിൽ അല്ലാഹു സുന്ദര സൂനങ്ങളെ സമ്മാനിക്കട്ടെ. ബാറക്കല്ലാഹു ലക്കുമാ.
വബാറക അലൈക്കുമാ വജമഅ അല്ലാഹു ബൈനകുമാ ഫീ ഖൈറിൻ വആഫിയ. പ്രാർത്ഥന വജസ്സുമായി പ്രിയപ്പെട്ട അമ്മോശൻ മണിയറയിലേക്ക് അബൂ മൂസാ തങ്ങളെ പറഞ്ഞേക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ദാമ്പത്യവല്ലരിയിൽ മഹാനായ അബൂ മൂസാ സ്വാലിഹ് ജംഗീദോസ്, മഹദി ഉമ്മുൽ ഖൈർ ഫാത്തിമ ബിൻത് അബ്ദുല്ലാഹി സൗമഇ റളിയല്ലാഹു അൻഹു, ഈ രണ്ട് ഇണകളിൽ വിരിഞ്ഞ സുന്ദര ശൂരമാണ് ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ വളർന്നതും അവിടുത്തെ സംരക്ഷണവും ഒക്കെ നടത്തിയത് അവിടുത്തെ ഉപ്പുപ്പയായ അബ്ദുല്ലാഹി സൗമഇ തങ്ങളാണ്. അബൂ മൂസാ സ്വാലിഹ് തങ്ങളല്ല, വാപ്പയല്ല. വാപ്പ നന്നേ ചെറുപ്പത്തിൽ വഫാത്തായി. മഹാനായ അബ്ദുല്ലാഹി സൗമഇ എന്ന ഉപ്പുപ്പായുടെ കൂടെയാണ് മഹാനവറുകൾ വളർന്നതും ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ മഹാനായ ഊസുൽ അഅ്ലമിനെ പറഞ്ഞത് ഇബ്നു സൗമഇ, സൗമഇയുടെ മകൻ എന്നാണ് ഉപ്പുപ്പയിലേക്ക് ചേർത്തിട്ടാണ് പറഞ്ഞിരുന്നത്. ഫറബ്ബാഹു അലാ തഖ്വ വസ്സലാഹി വമകാരിമിൽ അഖ്ലാഖ്. അങ്ങനെ ആ ഉപ്പുപ്പ മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ തഖ്വയിലൂടെ, സ്വലാഹിലൂടെ, സൽസ്വഭാവത്തിലൂടെയൊക്കെ തർബിയത്ത് ചെയ്തു. فنشأ عابدا ورعا صالحا تقيا زاهدا على الدنيا مقبلا على الأخرى. ഭക്തിയുള്ള സ്വാലിഹായി, തഖ്വയുള്ളവനായി, പരിത്യാഗിയായി മഹാനായ അബ്ദുല്ലാഹി സൗമഇ തങ്ങളുടെ കൂടെ മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ എന്ന പൊന്നുമോൻ വളർന്നു. ഇതിന് പുറമെ ഇലാഹിയായ സൃഷ്ടാവിൽ നിന്നുള്ള ഒരു പ്രത്യേക നോട്ടം, മറ്റു കുട്ടികൾക്കില്ലാത്ത ഒരു പരിഗണന അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ശൈശവത്തിൽ തന്നെ ആർക്കുണ്ടായിരുന്നു? ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്കുണ്ടായിരുന്നു. ചെറുപ്പകാലത്തിൽ തന്നെ അതിന് ഉപോത്ബലമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഉപദ്രവത്തിൽ നിന്നും അവിടുത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു അദൃശ്യ ശക്തി, എല്ലാ നന്മയിലേക്കും അവിടുത്തെ തള്ളിവിടുന്ന ഒരു അദൃശ്യ ശക്തി മഹാനായ ഊസുൽ അഅ്ലമിൽ പ്രവർത്തിച്ചതായി അവിടുത്തെ ശൈശവകാലം, ചെറുപ്പകാലം പഠിപ്പിക്കുന്ന ചരിത്ര കിതാബുകൾ പറഞ്ഞു തരുന്നു. മദ്രസ റഹാ തർഹീബൻ വതർഹീബൻ വഇദാ അറാദ ഇലൽ മൽഅബി ലകാ തൻഫീറൻ വതർഹീബൻ. മദ്രസയിലേക്ക് പോയാൽ പ്രത്യേകമായ ഒരു പരിഗണനയും, അതുപോലെ തന്നെ കളിക്കളത്തിലേക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ ഉടൻ തന്നെ അതിൽ നിന്ന് അകറ്റുന്ന, അതിൽ നിന്ന് ഭയപ്പെടുത്തി മാറ്റുന്ന ഒരു അദൃശ്യമായ ശക്തി മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. ഖാലിദ് ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, കുന്തു വാന ഇബ്നു 10 സിനീൻ, ഞാൻ 10 വയസ്സുള്ളപ്പോൾ അദ്ഹബു ഇലൽ മദ്രസ, മദ്രസയിലേക്ക് പോകും. ഫഅറൽ മലായികത തംശി ഹൗലി, മലക്കുകളെ എന്നെ ചുറ്റിനും നടക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. മലക്കുകളുടെ അകമ്പടിയോടെ ശൈശവത്തിൽ മദ്രസയിലേക്ക് പോകും. ഫൈദാ വസൽതു ഇലൽ മദ്രസ സമിഅതുൽ മലായികത യഖൂലൂൻ, സമിഅതുൽ മലായികത യഖൂലൂൻ ഇഫ്തഹൂ ലി വലിയില്ലാ ഹത്താ യജ്ലിസ. ഞാൻ മദ്രസയിലേക്ക് പ്രവേശിച്ചാൽ മലക്കുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? അള്ളാന്റെ വലിയ മാറിക്കൊടുക്കൂ, അവിടെ ഇരിക്കട്ടെ. 10 വയസ്സുള്ള കുട്ടി സുബ്ഹാനല്ലാഹ് മദ്രസയിലേക്ക് പോകുമ്പോൾ കൂടെ മലക്കുകൾ നടക്കുന്നത് കാണുകയാണ്, മലക്കുകൾ പറയുന്നത് കേൾക്കുകയാണ്. അനാമിൻ ഖബ്ലി ഖബ്ലി ഖബ്ല വജൂദി കുന്തു കുതുബൻ ഫീ നുതുഫാത്തിൽ പാപ്പമാരുടെ നുതുഫത്തിൽ വെച്ച് തന്നെ ഞാൻ കുത്തുബായി തീർന്നിട്ടുണ്ട് എന്ന് മഹാനായ ഊസുൽ അഅ്ലം തങ്ങൾ തന്നെ പറഞ്ഞത് കേൾക്കാം. സുബ്ഹാനല്ലാഹ്, 10 വയസ്സുള്ളപ്പോ മദ്രസയിലേക്ക് പോകുമ്പോ ചുറ്റും മലക്കുകൾ അകമ്പടി സേവിക്കുകയാണ്. മദ്രസയിലേക്ക് പ്രവേശിക്കുമ്പോ ആ മലക്കുകൾ പറയുകയാണ്, മാറിക്കൊടുക്കൂ, അള്ളാന്റെ വലിയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്
മലക്കുകൾ അകമ്പടി സേവിച്ചിരുന്നു എന്ന് ആരാ പറയുന്നത്? ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ഇതാ അഹദത്തിനി സിനത്തുൻ, എനിക്കെങ്ങാനും തൂങ്ങി ഉറക്കം വന്നാലോ, തൂങ്ങി ഉറങ്ങാണ്ടല്ലോ ഇവിടെ ചില ആൾക്കാർ തൂങ്ങി ഉറങ്ങും പോലെ, എനിക്കെങ്ങാനും തൂക്കി ഉറക്കം വന്നാൽ അസ്മഉ, ഞാൻ കേൾക്കും. എന്ത്? യാ അബ്ദുൽ ഖാദിർ അമാ ഖുലിഖ്ത ലിഹാദാ, അമാ ഖുലിഖ്ത ലിന്നൗം, ഉറങ്ങാനാണോ അബ്ദുൽ ഖാദിറെ നിന്നെ അല്ലാഹു പടച്ചത്? അബ്ദുൽ ഖാദിറെ, ഉറങ്ങാനാണോ അല്ലാഹു നിന്നെ പടച്ചത് എന്ന് തൂക്കി ഉറക്കം വന്നാൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുല്ലമാ അമിൻതു അൻ അൽഅബ മഅ സിബിയാനി സമിഅതു ഖായിലൻ ഇലാ അയ്ന യാ മുബാറക്, ഞാനിനി ചെറിയ പ്രായമല്ലേ, കുട്ടികളോടൊപ്പം ഒന്ന് കളിക്കാം എന്ന് ഉദ്ദേശിച്ചെങ്ങാനും പോകാൻ തീരുമാനിച്ച് പോകാൻ പോയാൽ പറയുന്നത് ഞാൻ കേൾക്കും. ആരോ അദൃശ്യമായി പറയുന്നത് കേൾക്കും. എന്താണ് പറയണത്? സമിഅതു ഖായിലൻ ഇലാ അയ്ന യാ മുബാറക്, ഓ പരിശുദ്ധനായ മോനെ, എവിടേക്കാണ് നീ പോണത്? എവിടേക്കാണ് നീ പോകുന്നത്? കളിക്കാനാണോ നിന്നെ അല്ലാഹു പടച്ചത് എന്ന് ഒരു അദൃശ്യമായ ചോദ്യം ഞാൻ കേട്ടിരുന്നു. മഹാനായ ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ബഗ്ദാദിലേക്ക് ഇൽമു പഠിക്കാൻ പോയത് തന്നെ അങ്ങനെ ഒരു സംഭവത്തിന്റെ പരിണിതിയായിട്ടാണ്. മഹാനവകൾ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒലമ്യക്കും ഫീ ജൈലാന മാ യർലാ തുമുഹു വയുറി ലംഹു മിൻ ഉലൂമി ശരിയ ഫഅസമ അല സഫരി ഇലാ ബഗ്ദാദ് മർകസുൽ ഉലമാ വമഖറുൽ ഫുഖഹാ വമർതഉൽ അസ്ഫിയാ വമൗരിദുൽ ഔലിയാ. മഹാനവകൾ ബഗ്ദാദിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചതിന്റെ കാരണം എന്താണ്? ജീലാനിൽ വലിയ പണ്ഡിതന്മാരില്ലായിരുന്നു, വലിയ വലിയ നിപുണരായ ആലിമീങ്ങൾ ഇല്ലായിരുന്നു. അന്ന് ആലിമീങ്ങളുടെ കേന്ദ്രം, കർമ്മശാസ്ത്ര വിശാലതയുടെ കേന്ദ്രം, വലിയ പണ്ഡിത പടുക്കളുടെ കേന്ദ്രം ബഗ്ദാദായിരുന്നു. ഈ ബഗ്ദാദിലേക്ക് പോകാൻ, ഇൽമു പഠിക്കാൻ വേണ്ടി 18-ാം വയസ്സിൽ പോകാൻ തന്നെ കാരണമുണ്ട്. എന്താണത്? ഖാല ശൈഖ് റളിയല്ലാഹു അൻഹു കുന്തു സ്വഗീർ ഫഖറജതു യൗമ അറഫത തബിഅതു ബക്കറ ഹർസിൻ ഫൽതഫതു ഇലൽ ബക്കറ وقالت يا عبد القادر ما لهذا قلت ولا بهذا أمرت. ഞാൻ ഇങ്ങനെ ഒരു അറഫാ ദിവസം കൃഷിക്ക് ഉപയോഗിക്കുന്ന കാളയെ കളിച്ചുകൊണ്ട് പോകുമ്പോൾ ആ കാളക്കൂട്ടത്തിൽ നിന്ന് ഒരു കാള എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, അല്ല അബ്ദുൽ ഖാദിറെ, ഈ കാളനെ പശുവിനെ കൊണ്ട് നടക്കാനാണ് അള്ളാഹു നിന്നെ പടച്ചത് എന്ന് ചോദിച്ചു. ഒരു കാള പശു തിരിഞ്ഞിട്ട് ചോദിച്ചു, യാ അബ്ദുൽ ഖാദിർ, ഓ അബ്ദുൽ ഖാദിറെ, ഇതിനു വേണ്ടിയാണോ അള്ളാഹു നിന്നെ പടച്ചത്? ഈ പശുവിനെയും കൊണ്ട് നടക്കാനാണോ അള്ളാഹു നിന്നെ പടച്ചത് അബ്ദുൽ ഖാദിറെ? മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളോട് പശു ചോദിച്ചതായി മഹാനവറുകൾ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. യാ അബ്ദുൽ ഖാദിർ മാ ലിഹാദാ ഖുലിഖ്ത, ഇതിനു വേണ്ടിയാണോ നിന്നെ പടച്ചത്? അതല്ല ഇതുകൊണ്ടാണോ നിന്നോട് കൽപ്പിക്കപ്പെട്ടത്? ഫറജഅതു ഫസിഅൻ ഇല ദാർ വസഅതു ഇലാ സത്ഇ ദാർ ഫറഅയ്തു الناس വാഖിഫീന ബിഅറഫാത്ത്. പേടിച്ചേരണ്ട് ഞാൻ വീടിന്റെ മട്ടുപ്പാവിൽ കയറി അങ്ങ് നോക്കുമ്പോൾ അറഫയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഫജിതു ഇലാ ഉമ്മി വഖുൽതു ഹബീബി ലില്ലാഹി അസ്സ വജല്ല വഅദല്ലി ബിൽ മസീർ ഇലാ ബഗ്ദാദ് അസ്തഗിലു ബിൽ ഇൽമി വഅസൂറു സ്വാലിഹീൻ. ഞാൻ അമ്മയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ, എനിക്കെന്തെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ച് സമ്മാനമായി തരണം. എനിക്ക് ബഗ്ദാദിലേക്ക് പോകാൻ അനുവാദം തരണേ ഉമ്മ. ഞാൻ ഇൽമു കൊണ്ട് ജോലിയാകാനാണ്, സ്വാലിഹീങ്ങളെ സന്ദർശിക്കാനാണ്. അങ്ങനെ മഹാനായ ഗൗസുൽ ആലം ശൈഖ് ജീലാനി തങ്ങളുടെ ഉമ്മ ഇൽമു പഠിക്കാൻ പോകാൻ അനുവാദം കൊടുക്കുകയാണ്. അനുവാദം കൊടുത്തിട്ട് 40-80 സ്വർണ്ണ നാണയമാണ് കൊടുത്തത്. തൻ്റെ ഒരു സഹോദരൻ ഉള്ളത് കൊണ്ട്
ആ സഹോദരന്റെ തന്റെ വാപ്പയുടെ അനന്തര അവകാശത്തിൽ നിന്നുള്ള 80 സ്വർണ്ണ നാണയം കൊടുത്തു. അപ്പൊ ഔസുലാളം പറഞ്ഞു, ഇതെന്റെ ഹക്കല്ല, 80 സ്വർണ്ണ നാണയത്തിൽ പകുതി എന്റെ സഹോദരനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ 40 തിരിച്ചു കൊടുത്തിട്ട് 40 സ്വർണ്ണ നാണയം സ്വീകരിച്ചു. ആ 40 സ്വർണ്ണ നാണയം ഉമ്മ തന്റെ കോട്ടിന്റെ ഉള്ളിൽ കാണാതെ, ആരും കാണാതെ തുന്നിച്ചേർത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ, എത്ര കൈക്കൊണ്ടെങ്കിലും കളവ് പറയരുത്. ഖുലിൽ ഹഖ്ഖ വഇൻ കാന മുറ. എത്ര കൈപ്പാണെങ്കിലും കളവ് പറയരുത് എന്നൊരു ഉപദേശവും കൊടുത്തു. അങ്ങനെയാണ് ബഗ്ദാദിലേക്ക് യാത്ര പോകുന്നത്. വഴിയിൽ വെച്ച് കൊള്ള സംഘം പിടികൂടി. ആ യാത്രാ സംഘത്തെ എല്ലാവരെയും പരിശോധിച്ച് ആ കയ്യിൽ ഒന്നുമില്ല. അവസാനം ഒരു കുട്ടിയാ ഉള്ളത്. ആ കുട്ടിയുടെ പിന്നെ ഇത്ര ആളെങ്കിലും വലുതായിട്ടൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഈ കുട്ടിയുടെ ഒന്നും കാണില്ല എന്ന് തിരിച്ചു വിട്ടപ്പോൾ പറഞ്ഞില്ല, എന്നെ വിടല്ലേ, എന്റെ കോട്ടിന്റെ ഉള്ളില് എന്റെ ഉമ്മ 40 സ്വർണ്ണ നാണയം തുന്നി വെച്ച് തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. കൊള്ളത്തലവൻ അത്ഭുതമായി. സത്യം പറയാൻ പ്രേരിപ്പിച്ച വസ്തുത എന്താ? ആ കുഞ്ഞിനോട് ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്ന 18 വയസ്സുകാരനോട് വിളിച്ച് കൊള്ളത്തലവൻ ചോദിച്ചപ്പോ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കള്ളം പറയരുത്, ലോക്കാനം മുറ. അത്ര കയ്പ് രസം അനുഭവിക്കേണ്ടി വന്നാലും തല പോയാലും കള്ളം പറയരുത് എന്ന് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കള്ളം മൊയ്തീമാലയിൽ കള്ളം പറയല്ല എന്നും ചൊന്നാരെ കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തോർ റളിയ ഇലാഹൂന അന്നോസി ഖുതുബീന മുഹീദ്ദീൻ ശൈഖീന ഖുദ്നാ ബി ഐദീന. കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുക്കുകയാണ്. ആ കള്ളത്തലവനും കൊള്ളത്തലവനും അയാളുടെ പരിവാരങ്ങൾ അടങ്ങുന്ന സംഘം തൗബ ചെയ്തിട്ട് ആ പൊന്നുമോന്റെ കൂടെ കൂടുകയാണ്. ബഗ്ദാദിലേക്കുള്ള യാത്രയിൽ അനുഗമിക്കുകയാണ്. ഒരു കൊള്ള സംഘത്തെ വിജ്ഞാനത്തിന്റെ സൗരഭ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്ന യാത്രയിൽ തന്നെ പരിവർത്തന വിധേയമാക്കിക്കൊണ്ടാണ് പോകുന്നത്. ഒരു വിപ്ലവ പോരാളിയുടെ തേരോട്ടത്തിന്റെ തുടക്കം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ബഗ്ദാദിലേക്ക് യാത്ര തിരിച്ചു. എത്രയോ ചരിത്രങ്ങളാണ് അവിടെയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പഠനകാലം കുറഞ്ഞ കാലമൊന്നുമല്ല പഠിച്ചത്. 33 വർഷം പഠിച്ചു, ഇൽമു പഠിച്ചു. പിന്നെയോ 40 വർഷം ദർസ് നടത്തി. എത്രയായി? 40 33 73. 18ാമത്തെ വയസ്സിലായിരുന്നു പഠിക്കാൻ പോയത്. 18ാമത്തെ വയസ്സിൽ ഇൽമു പഠിക്കാൻ പോയ ആള് 33 വർഷം ഇൽമു പഠിച്ചു. 40 വർഷം ഇൽമിന്റെ പഠിപ്പിക്കലും ദഅവത്തും പ്രഭാഷണവും പ്രബോധനവുമായി ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ, നസ്രാണികൾ, ക്രൈസ്തവർ, ജൂതന്മാർ, മുശ്രിക്കുകൾ ഇസ്ലാമിലേക്ക് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ പ്രബോധനത്തിന്റെ സന്തതികളായി ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്തു വന്നു. ഒരുപാട് തെമ്മാടികൾ, ഗജപോക്കിരികൾ തൗബ ചെയ്ത് അള്ളാഹുവിന്റെ വിലായത്തിന്റെയും അള്ളാഹുവിന്റെ ഹിദായത്തിന്റെയും വഴിയിലേക്ക് കൂലം കുത്തി ഒഴുകി വന്നു. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഉണ്ടാക്കിയ വിപ്ലവം ഈ നൂറ്റാണ്ടിലും അനുരണനങ്ങൾ സൃഷ്ടിക്കുകയാണ്. അവിടുത്തെ പരമ്പരയിലെ ഖാദിരിയ ത്വരീഖത്തിന്റെ മശായിഖന്മാർ ഇന്നും ലോകത്ത് തർബിയത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. 33 വർഷം മുത്തഅല്ലിമായി പഠനം നടത്തി, 40 വർഷം ദർസ് നടത്തി, പ്രബോധനം നടത്തി, വഅള് പറഞ്ഞ് ഒരുപാട് പരിവർത്തനങ്ങളുടെ പടപ്പാട്ടുകൾ സൃഷ്ടിച്ച ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു തആല 91ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുകയാണ്. 91ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുമ്പോൾ വിപ്ലവത്തിന്റെ പടപ്പാട്ട് സൃഷ്ടിച്ചുകൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. അവിടുത്തെ ജീവിത ചരിത്രം അത് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ മാത്രമാണ് എൻ്റെ ഈ കുറഞ്ഞ സമയത്തെ നസീഹത്ത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പഠിക്കാനുണ്ട്. കറാമത്തിന്റെ നിശീധിനികൾ തന്നെ സൃഷ്ടിച്ച മഹാനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി. ഇന്ന് മഹാനവറുകൾ പറഞ്ഞല്ലോ, വല്ലനീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതുത്തീരം ചെയ്യും ഞാനെന്നോ. വെറുതെ അവകാശമുണ്ടോന്നത്? അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
വിശുദ്ധ ഖുർആനിന്റെ ശാസനകളും അത് ജീവിതത്തിലേക്ക് അങ്ങ് പകർത്തി വെച്ചപ്പോൾ അള്ളാഹു കൊടുത്ത അംഗീകാരമാണിത്. ഒരിക്കലും ഒരാൾ പടച്ചവനാകില്ല, ഒരിക്കലും ഒരാൾ പടച്ചവന്റെ അവതാരമാകില്ല. പക്ഷേ അള്ളാഹു ചില കഴിവുകൾ ചിലർക്ക് കൊടുക്കും. അത് കിട്ടാത്തവർ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അധ്വാനിച്ച് കിട്ടിയതാണ്. നിലവേറും ഈശാത്തോളുതൊരുവാലെ 40 സുബഹി തൊഴുതോർ. നിലവേറും ഈശാ തൊഴുതോരുവാലെ 40 സുബഹി തൊഴുതോർ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? 40 വർഷത്തോളം രാത്രി ശയ്യയിൽ കിടന്നുറങ്ങിയിട്ടില്ല. തഹജ്ജുദ് നിസ്കരിക്കാൻ കുറച്ച് സമയം ഇരുന്നുറങ്ങും, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുമെന്നതല്ലാതെ മഹാനവറുകൾ 4 പതിറ്റാണ്ടോളം 40 വർഷത്തോളം കിടന്നുറങ്ങിയിട്ടില്ല. ഇബാദത്തിന്റെ മുജാഹദയിൽ റിയാദയിൽ ജീവിതത്തെ സമർപ്പിച്ചപ്പോ സുബ്ഹാനല്ലാഹ് അല്ലാഹു കൊടുത്ത അംഗീകാരമാണ്. കറാമത്തിലൂടെ അവിടുന്ന് വിളിച്ചു പറഞ്ഞത്, അല്ലാതെ ഓവറായ പ്രഖ്യാപനമല്ല. വല്ലതിലെത്തിന്നു എന്നെ വിളിപ്പോർക്ക് വായു കൂടാതുത്തീരം ചെയ്യും ഞാനെന്നോ. കമ്പ്യൂട്ടർ മതി, ഇന്റർനെറ്റും ചൂടം വികസിച്ച ഈ നൂറ്റാണ്ടിൽ സുബ്ഹാനല്ലാഹ് നമ്മുടെ കയ്യിലുള്ള ടെലഫോൺ, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, അതുമല്ലെങ്കിൽ കോഡ്ലെസ് വയർലെസ്സുകളൊക്കെ ഈ സന്ദേശം നൽകുമ്പോ 14 മുമ്പ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യ ഒരാൾ സമ്പൂർണ്ണമായി ജീവിതത്തിലേക്ക് അങ്ങ് പകർത്തി വെച്ചാൽ കമ്പ്യൂട്ടറിന് ചെയ്യാൻ കഴിയാത്തത്, ഇന്റർനെറ്റിന് ചെയ്യാൻ കഴിയാത്തത്, മൊബൈൽ ഫോണിന് ചെയ്യാൻ കഴിയാത്തത് ഒരു മനുഷ്യനിലൂടെ അല്ലാഹു നടത്തി കൊടുക്കും കേട്ടോ. ഇതാണ് തങ്ങൾ വിളിച്ചു പറഞ്ഞത്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോ. കുപ്പിയകത്തുള്ള ഇതിപ്പോ നമ്മുടെ അത്യന്താധുനിക സാങ്കേതിക വിദ്യകൾ പരിപോഷിപ്പിക്കപ്പെട്ട വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ ചില മെഷീനറികൾ ഇത് പറയുന്നു, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്ന് പറഞ്ഞു. ആ മെഷീനറിക്കില്ലാത്ത പവർ, അതിനേക്കാൾ 10 മടങ്ങ് പവർ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് വിലായത്തിന്റെ കറാമത്തിലൂടെ അള്ളാഹു കൊടുക്കുന്നു. ഇത് അള്ളാഹ് കൊടുത്ത കഴിവാണ്, സ്വയംഭൂവായതല്ല. എങ്ങനെ അള്ളാഹ് കൊടുത്തു? അള്ളാഹു ഒരു അടിമയെ അങ്ങ് മഹബത്ത് വെച്ചപ്പോ അള്ളാഹു പരിധിയില്ലാതെ കൊടുത്തു. ഖുർആൻ പറഞ്ഞതല്ലേ, അള്ളാഹു പടച്ച റബ്ബ് അവൻ ഉദ്ദേശിക്കുന്ന അടിമകൾക്ക് പരിധിയില്ലാതെ കൊടുക്കും. ആ പരിധിയില്ലാതെ കൊടുക്കുമെന്ന് പടച്ചവൻ പറയുമ്പോ ഇല്ല, അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ലെന്ന് വഹാബി പറഞ്ഞാൽ അത് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ശൈഖ് ജീലാനി എന്ന പ്രമേയ പ്രഭാവനെ പഠിക്കാൻ ഈ ഒരു നസീഹത്ത്, ഈ ഒരു പ്രഭാഷണം ഒരു മോട്ടിവേഷൻ ആകണം എന്നതുകൊണ്ട് ഇത്ര കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ദിവസങ്ങൾ പറയാൻ വിജ്ഞാന പരിമിതനായ എനിക്ക് തന്നെ ഓസുലാളവിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ വലിയ പാണ്ഡിത്യത്തിന്റെ ഗരിമയിൽ എത്തിപ്പെട്ട മഹത്തുക്കൾക്ക് എത്രയോ പറയാനുണ്ടാകും ഓസുലാളവിനെ കുറിച്ച്. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം മഹാനായ ഹാഫിദ് ദഹബി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? കാന ശൈഖുൽ ഇസ്ലാം വഇൽമൽ ഔലിയാ താജൽ അസ്ഫിയാ മുഹിയസ് സുന്ന മുമീതൽ ബിദ്അ ശൈഖുൽ ഫുഖഹാഇ വൽ ഫുഖറാ സാഹിബുൽ കറാമാത്തി വൽ മഖാമാത്ത്. താരിഖുൽ ഇസ്ലാമിൽ ഹാഫിദ് ദഹബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. മഹാനായ ഗൗസുൽ ആലം ശൈഖുൽ ഇസ്ലാമാണ്. ഔലിയാക്കളുടെ വിജ്ഞാന നികേതനാ, അസ്ഫിയാക്കളുടെ കിരീടമാ, സുന്നത്തിനെ ജീവിപ്പിച്ചവരാ, വിദഅത്തിനെ മരിപ്പിച്ചവരാ, കർമ്മശാസ്ത്രജ്ഞന്മാരുടെ കർമ്മശാസ്ത്ര വിശാരദരുടെ ശൈഖ, പാപങ്ങളുടെ ശൈഖ, സാഹിബുൽ കറാമത്ത, ഒരുപാട് കറാമത്തിന്റെ ഉടമയ, ഒരുപാട് സ്ഥാനമാനങ്ങൾ എത്തിപ്പെട്ട മഹാനാണ് എന്ന് ഗൗസുൽ ആലമിനെ കുറിച്ച് ഇമാം ദഹബി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയതായി കാണാം. അങ്ങനെ എല്ലാ പണ്ഡിതന്മാരും, ഒരുപാട് പണ്ഡിതന്മാർ മഹാനായ ഗൗസുൽ ആലമിനെ ഉപന്യസിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നു.
പ്രിയപ്പെട്ടവരെ, അവിടുത്തെ വിജ്ഞാനത്തിന്റെ നികേതനുകൾ ഒട്ടകത്തിന്റെ മേലിൽ, കഴുതയുടെ മേലിൽ, കുതിരയുടെ മേലിലൊക്കെ ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി വരും. ഹൽക്ക പോലെ ആ ആളുകളൊക്കെ അവിടുത്തെ ഇൽമിന്റെ മജ്‌ലിസിൽ ഇങ്ങനെ ഇരിക്കും. ഒരു വാളിന്റെ മജ്‌ലിസിൽ 70,000-ഓളം ആളുകൾ ഉണ്ടാകും. അവിടുത്തെ ദർസ്, അവിടുത്തെ ഇൽമിന്റെ മജ്‌ലിസിൽ 70,000-ഓളം ആളുകൾ ഉണ്ടാകും. പതിവായി നടക്കുന്ന വാളിന്റെ ദർസിൽ, ഇൽമിന്റെ മജ്‌ലിസിൽ 70,000-ഓളം ആളുകൾ ഉണ്ടാകും. അക്ബറന അബൂ അബ്ദുല്ലാഹി മൗസിലി തങ്ങൾ പറയുക, قال سمعت أبي يقول وكان من كرامته أن أحدث الناس في مجلسه يسمع صوته كما سمعه أبناؤه. മഹാനായ 70,000 പേര് പങ്കെടുത്ത ഊസുൽ ആലം തങ്ങളുടെ വിജ്ഞാനത്തിന്റെ മജ്‌ലിസിൽ, ഇൽമിന്റെ മജ്‌ലിസിന്റെ പ്രത്യേകത, അടുത്ത് കേൾക്കുന്ന ആളുകൾ കേൾക്കും പോലെ തന്നെ അകന്നിരിക്കുന്ന ആളുകൾ കേൾക്കുമെന്ന്. എത്ര അകലെയിരിക്കുന്ന ആളുകളും അടുത്തിരിക്കുന്ന ആളുകൾ കേൾക്കും പോലെ. ഇതുപോലെ സൗണ്ട് സിസ്റ്റം ഇല്ലാത്ത നൂറ്റാണ്ടുകൾ, വെറും വായ കൊണ്ട് വഴങ്ങു പറയുന്ന പ്രഭാഷണം നടത്തുന്ന നൂറ്റാണ്ടുകൾ. ആ നൂറ്റാണ്ടിൽ അടുത്തിരിക്കുന്ന ആൾ കേൾക്കുന്ന അതേ ശബ്ദത്തിൽ അകലെയിരിക്കുന്ന ആൾ കേൾപ്പിക്കാവുന്ന ഒരു കറാമത്ത് അവരുടെ വിജ്ഞാനത്തിന്റെ സദസ്സിനെ കുറിച്ച് മഹാന്മാർ രേഖപ്പെടുത്തി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മൗസിലി തങ്ങൾ അവിടുത്തെ വാപ്പ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരുപാട് ചരിത്ര സത്യങ്ങൾ, ഒരുപാട് സംഭവ വികാസങ്ങൾ, അവിടുത്തെയുമായി ബന്ധപ്പെട്ട കറാമത്തുകൾ, ഇതൊക്കെ നാം വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന അപ്രമേയ പ്രഭാവനെ കുറിച്ച് പഠിക്കാനും പഠിച്ച് ജീവിതത്തിൽ പകർത്താനും നമുക്ക് കഴിയണം. അർഹമുർ റഹീമായ റബ്ബ് അതിനെ നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, മഹാനായ ഗൗസുൽ ആലമിനെ കുറിച്ച് പറഞ്ഞതിന്റെ കാരണം കൊണ്ട് ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളും ആലിമീങ്ങളും ആക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഉമ്മവാപ്പമാരുടെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഉമ്മവാപ്പമാർ ഉസ്താദുമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഉസ്താദുമാരുടെ മശായിഖന്മാരുടെ പദവി നീ ഉയർത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, വിശിഷ്യ ഞങ്ങൾ സേവനം ചെയ്യുന്ന കുറ്റിത്തെരു മുസ്ലിം ജമാഅത്തിലെ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഞങ്ങളുടെ സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിദേശത്തും സ്വദേശത്തുമായി സഹായം ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതന്മാര്, കൂട്ടുകുടുംബങ്ങൾ എല്ലാവരെയും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. വായിൽ ക്യാൻസർ ബാധിതരായ ഉമ്മയുണ്ട്, കുറ്റിത്തെരുവ് ജമാഅത്തിൽപ്പെട്ട പടച്ചവരവർക്ക് നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. തൊണ്ടക്ക് പ്രയാസം പറഞ്ഞിട്ട് ബയോടെസ്റ്റിന് വിധേയമാകാതിരിക്കുന്ന, ഓപ്പറേഷന് വിധേയമാകാതിരിക്കുന്ന പിതാവുണ്ട്. ഓപ്പറേഷൻ ഇല്ലാതെ, പേടിക്കപ്പെടുന്ന ഒരു അസുഖവും ഇല്ലാതെ ആരോഗ്യവാനായി നീ അദ്ദേഹത്തെ ജീവിപ്പിക്കണേ തമ്പുരാനെ. കോവിഡ് പോസിറ്റീവായി പ്രയാസപ്പെടുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. എല്ലാവർക്കും നീ നെഗറ്റീവ് റിസൾട്ട് നൽകണേ അല്ലാഹ്. ഹാർട്ടിന് രോഗികളുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹ്. വാൽവിന് രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. കിഡ്നിക്ക് രോഗം ബാധിച്ചവരുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. ആമാശയ, പിത്താശയ, അണ്ഡാശയ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് ക്യാൻസർ തരില്ലേ അല്ലാഹ്. അറ്റാക്ക്, ബ്ലോക്ക്, സ്ട്രോക്ക് തരില്ലേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം മഹാനായ ശൈഖ് ജീലാനിയുടെ തർബിയത്തും അവിടുത്തെ മദദും അവിടുത്തെ ഹിമായത്തും പാവങ്ങളായ ഞങ്ങൾക്കും ഞങ്ങളുടെ സ്ഥാപനമായ ഹയാത്തുൽ ഇസ്ലാം അടക്കമുള്ള ദീനിന്റെ സ്ഥാപന സമുച്ചയങ്ങൾക്കും നീ തന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണം. മക്കളുടെ വിവാഹങ്ങളും മറ്റുമായി ഇറങ്ങിത്തിരിച്ചവരുണ്ട്, തിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും കടങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, വിഷമങ്ങളില്ലാതെ സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ നടത്തി മക്കൾക്ക് നല്ല ഭാവി നൽകി ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.